ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠന സത്രം ഗ്രൂപ്പ് ശ്രീധരീയം ഭാഗവത പഠനത്തിനു വേണ്ടി പല പല സംവിധാനങ്ങളിലൂടെ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലിങ്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മഹാത്മ്യത്തിൻ്റെ ധാരാളം ലിങ്കുകളും അയച്ചു തന്നിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും പാഠമായിട്ടാണ് കൊടുക്കുന്നത്, 2 ശ്ലോകങ്ങൾ വെച്ച്. ആ ശ്ലോകങ്ങളും അതിന് ചൊല്ലുന്നതും അതിൻ്റെ പഠനവും എല്ലാം കൂടിയിട്ട് ഒരു പാഠം. അങ്ങനെ രണ്ടാമത്തേതും മൂന്നാമത്തേതുമായിട്ട് 3 പാഠങ്ങൾ കഴിഞ്ഞ് ഒരു പ്രശ്നോത്തരി നടത്തി. ഇനി 4, 5, 6, 7 പാഠങ്ങൾ, അതായത് 4, 5, 6, 7 അങ്ങനെയുള്ള 4 പാഠങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നോത്തരി ഇന്ന് നടത്തുകയാണ്. കൃത്യം 8 മണിക്ക് പ്രശ്നോത്തരി, ഭാഗവത പ്രശ്നോത്തരി ആരംഭിക്കും. കൃത്യം 1 മണിക്കൂർ സമയം, 9 മണിക്ക് അവസാനിക്കും ഇതിൻ്റെ സമയം അനുവദിച്ച സമയം കഴിഞ്ഞ് വരുന്ന ഉത്തരങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുകയില്ല. കാരണം കഴിഞ്ഞ തവണ കുറച്ച് സമയം ഇളവ് കൊടുത്തു. പ്രായമുള്ളവരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളവരും ഒക്കെ അഭിപ്രായം പറഞ്ഞതനുസരിച്ച് ചെയ്തു. പക്ഷെ അത് ഒരു പരീക്ഷാ സംവിധാനം പോലെ വന്നപ്പോൾ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ 15 ചോദ്യങ്ങളാണ്. അതും കട്ടിയുള്ള ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞ 7 ചോദ്യങ്ങൾ ഭാഗവത മഹാത്മ്യമായിട്ട് ബന്ധപ്പെട്ടത് അതൊന്നും ചോദിച്ചിട്ടില്ല. വളരെ ലളിതമായിട്ടുള്ളതും, ഇത് ചോദ്യം കുറച്ച് കട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വലുതായിട്ടുള്ളതാണെങ്കിലും ഉത്തരം ലളിതമായിട്ടുള്ളതും ചെറുതായിട്ടുള്ളതുമാണ്. ഇപ്പോഴും പലരും ചോദിക്കുന്നു, ഇത്ര ഏത് ശ്ലോകമാണുള്ളത്, ഇല്ലെങ്കിൽ 15ാമത്തേതുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചോദിക്കുന്നത് ശരിയായിട്ട് പാഠം പഠിക്കാത്തതുകൊണ്ടാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാഠത്തിലും PDF ആയിട്ട് ഇത്ര ശ്ലോകങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന ശ്ലോകങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നതെന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നുണ്ട്. പാഠത്തിൻ്റെ പേര് 6, 5, 4 ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് അവരെത്രമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കാനും കൂടുതൽ നമ്മൾ ആഴങ്ങളിലേക്ക് പഠിക്കാനുമാണ് ഇത്തരം പ്രശ്നോത്തരികൾ ഉപകരിക്കുക. അതുകൊണ്ട് എല്ലാവരും പരമാവധി സഹകരിക്കുക. പിന്നെ പ്രശ്നോത്തരിയിൽ പരമാവധി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പ്രശ്നോത്തരി ഉണ്ടാകും. ഇല്ലെങ്കിൽ കുറച്ച് മുൻകൂട്ടി അറിയിക്കും. അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ എത്ര പാഠമാണെന്ന് അതാത് സമയങ്ങളിൽ അറിയിക്കും. ഇന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദ്യങ്ങളുടെ നമ്പറുകളും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തത് ആ സമയത്ത് നോക്കുക. അതായാലും കഴിഞ്ഞ തവണ 15 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്ക് അത് 1 വേർഡായിട്ട് ഉത്തരം പറയുമ്പോൾ 1 മണിക്കൂർ സമയം ധാരാളമാണ്. അതുകൊണ്ട് ഉത്തരം പരമാവധി ടൈപ്പ് ചെയ്തിട്ട്, അതായത് ടൈപ്പ് ചെയ്തിട്ട് ഒരുമിച്ചിടണം. വേറെ ഒന്നും ഇടരുത്. ഓരോ ഉത്തരം വേറെ ഇട്ടാൽ അതൊന്നും പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ അവ്യക്തമായിട്ടുള്ളത്, വായിക്കാൻ പറ്റാത്തത്, ഫോൺ നമ്പറും പേരും ഇല്ലാത്തത് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിലേക്ക് ഒരുപാട് വരികയാണ്. ആ വരുന്നതൊക്കെ കണ്ടുപിടിച്ച് സോർട്ട് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ഉൾക്കൊള്ളുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി ടൈപ്പ് ചെയ്തിട്ട്, അതും ഒറ്റ ടെക്സ്റ്റായിട്ട്, അതായത് ഒന്നേ പാടുള്ളൂ. അതായത് ഒന്നിച്ച് തന്നെ ചെയ്യണം എന്നർത്ഥം. 15 എണ്ണാണ്, 15 എണ്ണം ഒരുമിച്ച് തന്നെ ചെയ്യുക. പിന്നെ ചില ആളുകൾ 6 ചോദ്യമേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അത് വാട്സപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അതിൽ 6 ചോദ്യം കാണുന്നുണ്ടെങ്കിലും 5 ചോദ്യം കാണുന്നുണ്ടെങ്കിലും അടുത്തത് കാണാൻ റീഡ് മോർ എന്ന് നമുക്കവിടെ ഉണ്ട്, റൈറ്റ് സൈഡിൽ താഴെയുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യങ്ങളും കാണാം. അങ്ങനെ സംശയമുള്ളവർ അത് തീർക്കുക മുൻകൂട്ടി തന്നെ.
വലിയ ടെക്സ്റ്റുകളൊക്കെ അങ്ങനെയാണ്, കുറച്ചേ കാണുള്ളൂ, ബാക്കി നമ്മൾ അവിടെ ടച്ച് ചെയ്തെടുക്കണം. പരിചയമുള്ള കുട്ടികളോട് ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അതാത് ഗ്രൂപ്പിന് ഓരോരാളുടെയും നമ്പർ തന്നിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ ചീഫിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക കൃത്യസമയത്ത്. പിന്നെ പരമാവധി ടൈപ്പ് ചെയ്തതായിരിക്കണം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഫോൺ നമ്പർ, പേര് കൂടി മുകളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം എഴുതുക. ഇതാരുടേതാണെന്ന് മനസ്സിലാകും. എല്ലാവരും കാത്തിരിക്കുക. അതുവരെ പഴയ പാഠങ്ങൾ നോക്കുക. വീണ്ടും ഇട്ട് തന്നിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കിയിട്ട് നല്ലതുപോലെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.